തന്നെ എല്ലാവരും പേടിക്കും. പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഇങ്ങനൊരു സിനിമയായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിലൊക്കെ ഭയങ്കരമായിട്ട്, അതായത് ഇങ്ങനൊരു വേൾഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, CG എങ്ങനെ ഉപയോഗിക്കും, അതല്ലാതെ ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കാം, ഏതാണ് കാലഘട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്രില്യൻ്റായിട്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ തുറന്ന മനസ്സോടെ മുൻവിധിയില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കുറച്ച് സമയം അതിനുള്ളിൽ വേൾഡിനകത്തോട്ട് ഇന്നായി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിനകത്ത് കുറേ റെഫറൻസസ് ഉണ്ട്, കുറേ കോൺസ്പിറസി തിയറീസിൻ്റെ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏലിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസിലും പിന്നെ കുറച്ച് സെറ്റയറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് പറ്റുന്ന സിനിമയാണ്. പിന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നീട്ടുള്ള ഇവിടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട്. ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനകത്തുള്ള പെർഫോമൻസസും ഇതിൻ്റെ കാര്യം, ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ടും. കാര്യം എന്താ വെച്ചാൽ ഒരു കറണ്ട് സമയമല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡും ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണയത്വമാണ്. കാര്യം പരീക്ഷണയത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിലല്ല എടുത്തേക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അടിപൊളിയാണ്. രണ്ടു പേരുള്ള ഗണേശാനാണെങ്കിലും അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഞാനൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പറയാം, 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഉണ്ടായി വളരെ എൻജോയ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ചന്ദ്രനോടും പറഞ്ഞു, ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഫോർ ദി കറേജ് ട്രൈ ചെയ്യുന്നത്. ഇത് പറയുന്ന സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേശ് ഏട്ടനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം യൂത്ത് ആയിട്ടുള്ള ഗോകുലും ഒരേ സമയം അത്രയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്രൂ ആയിരിക്കുന്നുണ്ടാവില്ല അല്ലേ? നിങ്ങൾ കുറച്ചും കൂടെ ചെറിയ ക്രൂ ആയിട്ടുള്ള അതിൻ്റെ ഒരു കംഫർട്ട് പെർഫോമൻസസിലും എനിക്ക് തോന്നുന്നു അത് ഒരു എന്താ പറയുക, അതിൻ്റേതായിട്ടൊരു കംഫർട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനുണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട്. കാര്യം ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും, അജുവേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര രസമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏലിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളത്തിലായത് ഏലിയൻ ഓക്കെ ഓക്കെ അത് കൺഗ്രാറ്റ്സ് പറയാം. ഓക്കെ അടിപൊളി. പോട്ടെ. ഞാൻ കൊണ്ടുവരാം. താഴ്ന്നു വരുത്തിട്ട് തന്നെ അരമണിക്കൂർ വരുത്തി കൊണ്ടെടുത്തവരാണ് കാണുമ്പോൾ വെറുതെ ഫ്രീയല്ലേ. ഫോട്ടോ ആ പയ്യനെ വിളിക്കോ മോനെ. ഗോകുലേ, ഫാമിലിയായിട്ട് സിനിമ കണ്ടിരുന്നോ? ഫാമിലിയായിട്ട് ഐ മീൻ എൻ്റെ ഒരു സിബ്ലിംഗ് വെളിയിലായിരുന്നു, അപ്പോൾ അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബാക്കി സിബ്ലിങ്സും അമ്മ, എൻ്റെ ഗ്രാൻഡ് മദർ, അച്ഛനെല്ലാം 1-2 വർഷം മുമ്പ് കണ്ടതാണ്. അവർക്ക് അന്നൊരു ഫെസ്റ്റിവൽ ഔട്ടാണ് വെളിയിൽ നമ്മൾ വിട്ടിരുന്നത്. നമ്മൾ US-ലും യൂറോപ്പിലും കുറച്ച് ഫെസ്റ്റിവൽസിന് വിട്ടിട്ടുണ്ടായിരുന്നു. കുറേ മേഖലകളിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. 18 to 20 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഔട്ടാണ് എൻ്റെ ഫാമിലി കണ്ടത്. അവർക്ക് അത് തന്നെ വർക്കായി. അത് പേഴ്സണലി ഈ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ
എനിക്ക് ഇതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഓഡിയൻസായിട്ട് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള ഔട്ട് ഇതാണ്. അത് പക്ഷേ ആ ഫെസ്റ്റിവലിൻ്റെ ആ മാനദണ്ഡങ്ങളെ മാനിച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന കട്ടാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തികച്ചും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ട്രിവാൻഡ്രത്ത് കാണാനായിട്ട് സാധ്യതയുണ്ട്. ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ അമ്മയും എൻ്റെ സിബ്ലിങ്സും അളിയനും എല്ലാവരും പോയി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ തിരക്ക് അവരും പ്രതീക്ഷിക്കാതെ തിരക്ക് കൂടുതലായി. ഇപ്പോൾ നമ്പർ ഓഫ് ഷോസ് നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് അതെല്ലാം ഫുള്ളായിട്ടും ഉണ്ട് എന്ന് കേട്ടു. ഒരു സൈഡിൽ സന്തോഷം, മറ്റേ സൈഡിൽ ഫാമിലിക്ക് കാണാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഷോസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു പോയി കണ്ട് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ തിരക്കിലേക്ക് മാറിയോ? ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു, ഭയങ്കര അതൊക്കെ ഫുൾ തിരക്കിലേക്ക് മാറിയോ അച്ഛൻ? ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് ആഫ്റ്റർനൂൺ തൊട്ട് അച്ഛൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഓരോ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതായാലും എന്താണ് ചെയ്യുന്നത്, എന്താ ചെയ്തുകൂടാത്തത്, ചിലത് ചെയ്യുമ്പോൾ അത് നിന്നെ ചെയ്തുകൂടാന്നുള്ള റെസ്പോൺസ് വെളിയിൽ വരുന്നതും അങ്ങനെ അച്ഛനല്ല നേരത്തെ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു അതല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതേപണി തന്നെ അച്ഛൻ എടുക്കുമായിരുന്നു. അച്ഛനങ്ങനെ ഇന്ന പോസ്റ്റ് എന്നങ്ങനെ അച്ഛനെ ഈ പോസ്റ്റൊന്നും ഇല്ലാതെ വെറും ആക്ടറായിട്ട് ഇരുന്നപ്പോൾ തന്നെ പല പൊളിറ്റിക്സിലുള്ള ആൾക്കാരായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എവിടെയൊക്കെ നടത്താമോ അതൊക്കെ ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ ഈ പദവിയും കൂടെ കിട്ടുമ്പോൾ അത് ഇരട്ടി ജനങ്ങൾക്ക് മാക്സിമം ഗുണപ്പെടുത്തുന്ന പോലെ ചെയ്യാനായിട്ട് അച്ഛന് സാധിക്കും. അതിനച്ഛൻ വെദർ വിന്നർ ഓർ നോട്ട് അച്ഛൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. അച്ഛൻ്റെ പണി തുടർന്നുകൊണ്ട് അച്ഛൻ എന്തോ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആൾക്കാർ ഗൂഗിളിലൊക്കെ സമീപിക്കുന്നുണ്ടോ അച്ഛനൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി? ചിലർ എനിക്ക് കോൾസ് വരുന്നുണ്ട് എൻ്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊക്കെ. പക്ഷേ ഞാനതിന് ഒഫീഷ്യലായിട്ടുള്ള ആളല്ല. അപ്പം ആരാണോ എൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നത് അത് ആ നമ്പർ കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അവർക്ക് കറക്റ്റ് ചാനലല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പർ ചാനലിൽ എങ്ങനെ പോകുന്നു അപ്പോൾ ഓഫീസും അതുവഴി പോകുമ്പോഴത്തേക്കും അവർക്ക് ജനങ്ങൾക്ക് വേണ്ട ആക്സസ് കിട്ടും. അല്ലാതെ തന്നെ അച്ഛൻ അവരെ തേടി പിടിച്ച് അച്ഛൻ വരും. പക്ഷേ ഒരാൾ അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഉള്ളതിനേക്കാളും ഈസിയറാണ് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചേരാൻ. അതിൻ്റെ പ്രോസസ്സ് തന്നെ നടക്കുമെന്ന് എനിക്ക്. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് നമുക്കൊരു ചെറിയൊരു